ഈ കേസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന രേഖകൾ എന്തൊക്കെയാണ്, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മുനിസിപ്പൽ അതോറിറ്റിയിൽ നിന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്. പക്ഷെ അവിടെയുമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെ പ്രീഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോസ്പിറ്റൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ആധികാരികമാണ്. ഇനി എല്ലാം പോയിക്കോട്ടെ, നമ്മുടെ ഈ ആധാർ ഇഷ്യൂ ചെയ്യുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണ്? ആധാർ ഈസ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, നോട്ട് എ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അതെ, അത് അറിയാവുന്ന കാര്യമാണ്. ശരിയാണ് രാഹുൽ, അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. മധ്യപ്രദേശ് സർക്കാർ 2008 ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണല്ലോ, ഹോസ്പിറ്റൽ റെക്കോർഡ് അനുസരിച്ചാണല്ലോ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ വാദിക്കുകയാണ് പ്രായപൂർത്തിയായി എന്ന്. അന്വേഷണവുമായി സഹകരിക്കുന്നുമില്ല. ആര് സഹകരിക്കുന്നില്ല? അത് വെറുകയോടെ മടങ്ങിപ്പോയി മധ്യപ്രദേശ് സർക്കാർ. ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മൊണാലിസയുടെ ആധാർ കാർഡാണ്. ഈ വർഷം, അതായത് 2008, ഞാനിപ്പോ മഞ്ജുഷ് നയിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ആധാർ കാർഡ് സ്കൂളിൽ പഠിക്കുന്ന മൊണാലിസ ഫേക്ക് ചെയ്തു. ഫർമാനെ പരിചയപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളേ ആയുള്ളൂ. അതായത് ഈ ആധാർ കാർഡ് ആരാ എടുത്തത്? വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വീട്ടുകാരല്ലേ എടുത്തത്. ഈ ആധാർ കാർഡ് എടുത്തതാരാ? ആധാർ കാർഡ് പ്രൂഫ് അല്ലെന്ന് സീത് ഭായ് പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ ആധാർ കാർഡ് എടുത്തത് വേറെ ആരെങ്കിലും ആണോ? അന്ന് ആരാണ് 2008 ജനുവരി 1 ആധാർ കാർഡ് എടുത്തത്? അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ റെക്കോർഡ് ഇല്ല. സ്കൂൾ റെക്കോർഡ് അവൈലബിൾ അല്ല, രണ്ട് പക്ഷത്തിനും അവൈലബിൾ അല്ലല്ലോ. രണ്ട് പക്ഷത്തിനും അവൈലബിൾ അല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ആധാർ കാർഡാണ്, പക്ഷേ സ്കൂൾ റെക്കോർഡ് ഇല്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന അല്ല, സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. എക്സാക്ട്ലി, ഞാൻ പറഞ്ഞത് മെട്രിക്കുലേഷൻ ഡേറ്റ ഉൾപ്പെടെയുള്ള സ്കൂൾ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറിജിനൽ ആയിട്ട് അതിനു വേണ്ടിയിട്ട് പരിഗണിക്കാമെന്നിരിക്കെ അത് പരിഗണിക്കാൻ കഴിയാത്ത ആധാർ കാർഡിനേക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ഏതാണ്? ഇനി ആ ബർത്ത് 2008 ജനുവരി 1 ബർത്ത് സർട്ടിഫിക്കറ്റ് ആരാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്? 2008 ജനുവരി 1 എന്ന ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആരാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്? ആരുമല്ലല്ലോ. അവിടത്തെ, കൃത്യമായി പറഞ്ഞാൽ അവിടത്തെ ചീഫ് മുനിസിപ്പൽ ഓഫീസർ മഹേശ്വറിന്റെ തന്നെയാണ്. ഈ സർട്ടിഫിക്കറ്റ് വേറെ ആരുണ്ടാക്കിയെന്നാ പറയുന്നത്? ഫർമാൻ ഖാനെ കാണുന്നതിന് മുമ്പുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലേ ഇത്? ഈ 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത മോണോലിസ ഈ വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അതായത് ഫർമാൻ ഖാനെ പരിചയപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ആരുണ്ടാക്കി? ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വർഷം ഏതാണ്?